नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में व्याकरण के बारे में पढ़ा, कारक के बारे में पढ़ा, कारक क्या है, कारक के कितने भेद होते हैं इसके बारे में पढ़ा। कारक किसे कहते हैं? संख्या या सर्वनाम के जिस रूप से वाक्य के अन्य शब्दों के साथ उसका संबंध प्रकट हो उसे कारक कहते हैं। कारक എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു. कारक 8 प्रकार के होते हैं. कारक 8 തരത്തിലുണ്ട്. എട്ടിനും വിഭക്തി ചിഹ്നങ്ങളുണ്ട്. ഓരോന്നിനും വിഭക്തി ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കർത്താകാരകാണ്. കർത്താകാരകൻ്റെ വിഭക്തി ചിഹ്നം നേയാണ്. രണ്ടാമത്തെ കർമ്മകാരകാണ്. വിഭക്തി ചിഹ്നം കോയാണ്. കരൺകാരക് സേ. അതുപോലെ സമ്പ്രദാനകാരകാണെങ്കിൽ കോ ഉണ്ട്, കേലിയെ കെ വാസ്തയുണ്ട്. അപാദാൻകാരക് സേ. കരൺകാരകിനെ പോലെ തന്നെ സേ തന്നെയാണ്. സംബന്ധകാരക് കാക്കേക്കിയാണ്. അധികരൺകാരക് മേംപർ എന്നാണ്. സംബോധൻകാരക് ഹേ അരെ. ഇങ്ങനെ 8 കാരകാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 4 കാരക് നമ്മൾ പഠിച്ചു. ആദ്യത്തെ 4 കാരക് എന്ന് പറഞ്ഞാൽ കർത്താകാരക്, കർമ്മകാരക്, കരൺകാരക്, സമ്പ്രദാനകാരക്. ഓരോന്നും എന്താ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. കർത്താകാരക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് സപ്നായ സർവനാം കെ ജിസ് രൂപ സേ കാര്യ കർണേ വാലെ കാ ബോധം. പ്രവൃത്തി ചെയ്യുക എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്, അതാണ് കർത്താകാരക്. വിഭക്തി ചിഹ്നം നമ്മൾ പറഞ്ഞു നേയാണ്. കർമ്മകാരക് എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് വ്യാപാർ കാ ഫൽ ജിസ് വ്യക്തി അഥവാ വസ്തു पर पड़ता है उसे കർമ്മകാരക് कहते हैं. വിഭക്തി ചിഹ്നം കോ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് കരൺകാരകാണ്. കരൺകാരക് എന്ന് പറഞ്ഞാൽ എന്താണ്? संख्या या सर्वनाम के जिस रूप से क्रिया के साधन का बोध होता है, क्रिया के साधन का बोध होता है उसे കരൺകാരക് कहते हैं. ഇപ്പോൾ കരൺകാരക് എന്താണ്? നാലാമത്തെ കാരക് നമ്മൾ പഠിച്ചു സമ്പ്രദാനകാരകാണ്. സമ്പ്രദാനകാരക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിസ്കോ കുച്ച് ദിയാ ജായേ अथवा जिसके लिए कुछ किया जाए, जिसके लिए कुछ किया जाए उसका बोध कराने वाले कारक को संप्रदान कारक कहते हैं. അപ്പോൾ ഒന്നുകിൽ ജിസ്കോ കുച്ച് ദിയാ ജായേ അല്ലെങ്കിൽ ജിസ്കെ ലിയെ കുച്ച് കിയാ ജായേ, ആ ഒരു ബോധം ഉണ്ടാക്കുന്നതാണ് സമ്പ്രദാനകാരക്. അതിൻ്റെ വിഭക്തി ചിഹ്നം നമ്മൾ പഠിച്ചു. കോ ഉണ്ട്, കേലിയുണ്ട്, കെ വാസ്തേ. ഈ 4 കാരകാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നെക്സ്റ്റ് വരുന്നത് അപാദാൻകാരകാണ്. എന്താണ് അപാദാൻകാരക്? അപാദാൻകാരക് किसे कहते हैं? संख्या या सर्वनाम के जिस रूप से पृथगत या अलगाव प्रकट हो उसे അപാദാൻകാരക് कहते हैं. നൗണായാലും പ്രോണൗണിൻ്റെ ആയാലും ഏതൊരു അതിൻ്റെ രൂപത്തിൽ നിന്ന് പൃഥഗത്ത് യാ അലകാവ്, അലകാവ് എന്ന് പറഞ്ഞൊരു സെപ്പറേഷൻ, വേർതിരിവ് പ്രകടമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതിനെ നമ്മൾ അപാദാൻകാരക് എന്ന് പറയുന്നു. ഇസ്കാ വിഭക്തി സേഹെ. അപ്പോൾ അപാദാൻകാരകിൻ്റെ വിഭക്തി എന്ന് പറയുന്നത്, വിഭക്തി ചിഹ്നം എന്ന് പറയുന്നത് സേ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ച കരൺകാരകിൻ്റെ വിഭക്തി ചിഹ്നവും സേ തന്നെയാണ്. करणकारक की विभक्ति भी से है किंतु दोनों कारकों के प्रयोग में अर्थभेद है. കരൺകാരകൻ്റെ വിഭക്തി ചിഹ്നവും നമ്മൾ പറഞ്ഞു സേ എന്ന് തന്നെയാണ്. പക്ഷേ 2 കാരകൻ്റെയും പ്രയോഗത്തിൽ, അതായത് സേ എന്നുള്ളത് നമ്മൾ 2 കാരകങ്ങളും പ്രയോഗിക്കുമ്പോൾ അതിൽ അർത്ഥഭേദ, അർത്ഥം വ്യത്യാസമുണ്ട്. ആദ്യത്തെ നമ്മൾ കരൺകാരകിൽ പഠിച്ചത് സേ എന്നുള്ളതിൻ്റെ അർത്ഥം കൊണ്ട്, അല്ലെങ്കിൽ ക്രിയക്ക സാധനക്ക ബോധ, ക്രിയ പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിയ ചെയ്യാനായിട്ട് ഒരു സാധനത്തിൻ്റെ ആവശ്യം വരിക. നമ്മൾ സേ എന്നുള്ള കാരകം അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കരൺകാരകൻ്റെ അതുപോലെ തന്നെ അപാദാൻകാരകൻ്റെയും സേയുടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ജൈസേ ഹാത്ത് സേ കിതാബ് ഗിർ ഗയി. ഹാത്ത് സേ കയ്യിൽ നിന്ന്, ഇൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സേ ഉപയോഗിക്കുന്നത്. ഹാത്ത് സേ കിതാബ് ഗിർ ഗയി, കയ്യിൽ നിന്ന് പുസ്തകം താഴെ വീണു. ലഡ്കെ സ്കൂൾ സേ ലൗട്ട് രഹേ ഹേ. ആൺകുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഇൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ
എന്ന് പറയാം പേഡ് സേ പത്തേ ഗിർ ഗയേ, മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇലകൾ ഒഴിഞ്ഞു. അപ്പോൾ ഇൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സേ എന്നുള്ളത് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറെ അർത്ഥങ്ങളിലും നമുക്ക് ഈ അപാദാൻ കാരക ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേതാന്ന് നമുക്ക് നോക്കാം. അപാദാൻ കാരക का प्रयोग कुछ अन्य अर्थों में भी होते हैं. അപാദാൻ കാരകൻ്റെ പ്രയോഗം വേറെ കുറച്ച് അർത്ഥങ്ങളും നമുക്കതിനുണ്ട്. അപാദാൻ കാരക അങ്ങനെയുള്ള അർത്ഥങ്ങളിൽ നമുക്ക് അപാദാൻ കാരക ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏതെല്ലാം അർത്ഥങ്ങളിലാണ് ഈ അപാദാൻ കാരക സേ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്. കിസി ക്രിയാക്കെ പ്രാരംഭ ഹോനേക്ക് സൂചനാമേ, ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്ന സൂചന കൊടുക്കാനായിട്ട് നമ്മൾ സേ എന്നുള്ള വേർഡ് നമ്മൾ അപാദാൻ കാരക നമ്മൾ ഉപയോഗിക്കുന്നു. കിസി ക്രിയാക്കെ പ്രാരംഭ ഹോനേക്ക് യാ ആരംഭ ഹോനേക്ക് സൂചനാമേ, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാനായിട്ട് ആരംഭിക്കുക എന്നുള്ള ആ ഒരു സൂചന നൽകാനായിട്ട് അപാദാൻ കാരകൻ്റെ സേ നമ്മൾ ഉപയോഗിക്കുന്നു. ജയ്സേ ആജ് സേ മേള ശുരു ഹുവ, ഇന്നു മുതൽ ഉത്സവം ആരംഭിച്ചു. ഇസ് വാക്യ में आज से शब्द से मेले के प्रारंभ होने का बोध होता है. അപ്പോൾ ആ സെൻറ്റൻസിൽ നമുക്ക് ആജ് സേ ഇന്നു മുതൽ എന്നുള്ള അർത്ഥത്തിൽ ആ വേർഡിൽ നിന്ന് ആ ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷം ആരംഭിക്കുന്നതായിട്ടുള്ളൊരു ബോധമുണ്ടാക്കുന്നു. ആജ് സേ നമുക്കിവിടെ പറയാം. ആജ് സേ പരീക്ഷ ശുരു ഹുവ വേണമെങ്കിൽ ഞാൻ പറയാം. ഇന്നു മുതൽ പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിനെ കാണിക്കുക അല്ലെങ്കിൽ ഒരു ആരംഭത്തെ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപാദാൻ കാരക. അപ്പോൾ ഒരു പോയിൻ്റ് അതാണ് കിസി ക്രിയാക്കെ പ്രാരംഭ ഹോനേക്ക് സൂചന के लिए. രണ്ടാമത്തെ പോയിൻ്റ് ദോ വസ്തുവും की तुलना के लिए भी इस कार्य का प्रयोग होता है. കമ്പാരിസൺ. ദോ വസ്തുവും की तुलना के लिए, രണ്ട് വസ്തുക്കൾ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് തുലനം ചെയ്യാനായിട്ട് അപാദാൻ കാരക അതായത് സേ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ രാം ശ്യാം സേ ബഡാ ഹെ, രാമൻ ശ്യാമിനേക്കാളും വലുതാണ്. അല്ലെ ശ്യാം രാം സേ ചോട്ടാ ഹെ, ശ്യാം രാമനേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനേക്കാൾ എന്നുള്ള അർത്ഥത്തിൽ രാം ശ്യാം സേ ബഡാ ഹെ. അപ്പോൾ ദോ വസ്തുവും की तुलना के लिए इसे അപാദാൻ കാരക का प्रयोग होता है. സേ എന്ന് പറയുന്ന അപാദാൻ കാരക നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അപാദാൻ കാരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഇതാണ്. संख्या या सर्वनाम के जिस रूप से पृथकत्व या अलग प्रकट होता है उसे अपादान कारक कहते हैं. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹാത്ത് സേ, ഇൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ. ഹാത്ത് സേ കിതാബ് ഗിർ ഗയി, പേഡ് സേ പത്തേ ഗിർ ഗയി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അപാദാൻ കാരക ഉപയോഗിച്ചു. രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞത് കിസി ക്രിയാക്കെ പ്രാരംഭ യാ ആരംഭ ഹോനേക്ക് സൂചന, ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്ന സൂചന. അതായത് ഉത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, പരീക്ഷ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ കളി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആരംഭത്തെ കാണിക്കുന്ന ഒരു ക്രിയ, അതിൽ നമ്മൾ സേ എന്ന് പറയുന്ന അപാദാൻ കാരക ഉപയോഗിക്കുന്നു. അടുത്ത പോയിൻ്റ് ദോ വസ്തുവിക്ക് തുലന കർണകിലെ, രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കമ്പയർ ചെയ്യാനായിട്ട് തുലനം ചെയ്യാനായിട്ട് നമ്മൾ സേ എന്ന് പറയുന്ന അപാദാൻ കാരക ഉപയോഗിക്കുന്നു. രാം ശ്യാം സേ ബഡാ ഹെ, അല്ലെങ്കിൽ രാം കാ ഗർ ശ്യാം കെ ഗർ സേ ബഡാ ഹെ. അത് രാമൻ്റെ വീട് ശ്യാമിൻ്റെ വീടിനേക്കാളും വലുതാണ്. അപ്പോൾ അതിനേക്കാൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സേ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിച്ചു. നെക്സ്റ്റ് സംബന്ധകാരകമാണ്. സംബന്ധകാരക എന്താണ്? संख्या या सर्वनाम के जिस रूप से दूसरी वस्तु के साथ उसका संबंध मालूम होता है उसे संबंध कारक कहते हैं. നൗൺ ആയാലും പ്രൊനൗൺ ആയാലും അതിൽ ദൂസരി വസ്തു കെ സാത്ത് മറ്റു വസ്തുക്കളിലെ കൂടെ ഉസ്ക സംബന്ധ് അതിൻ്റെ ബന്ധം എന്താണെന്ന് അറിയാനായിട്ട്, അതായത് ഒരു സെൻറ്റൻസിലെ സർവനാമായാലും നൗണായാലും അതിലെ മറ്റു വസ്തുക്കളുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാനായിട്ട് സംബന്ധകാരക നമ്മൾ ഉപയോഗിക്കുന്നു. സംബന്ധകാരകൻ്റെ വിഭക്തി ചിഹ്നം കാ കെ കി ഇസ്കി വിഭക്തിയാം ഹേ. കാ കെ കി എന്നുള്ളതാണ് അതിൻ്റെ വിഭക്തി ചിഹ്നങ്ങൾ.
പുല്ലിംഗ ഏകവചനമാണെങ്കിൽ നമ്മൾ ക എന്നുള്ളതും, പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ കെ എന്നുള്ളതും, സ്ത്രീലിംഗത്തിൽ ഏകവചനം ബഹുവചനമായാലും കി എന്നാണ് നമ്മളത് പ്രയോഗിക്കുക. യേ രാം കെ ബച്ചെ ഹെ, ഉള്ള എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് യേ രാം കെ ബച്ചെ ഹെ. അവിടെ കെ എന്നുള്ളതാണ് സംബന്ധകാരകയിൽ കെ എന്ന് പറയുന്ന വിഭക്തി ചിഹ്നമാണ് വെച്ചിരിക്കുന്നത്. കാരണം ബച്ചെ എന്നുള്ളത് അവിടെ പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പോൾ അതിൻ്റെ മുൻപിൽ നമ്മൾ രാം കെ ബച്ചെ എന്ന് വയ്ക്കുന്നു. ഇപ്പം രാം കെ ബച്ചെ എന്നുള്ള പകരം ബേട്ടെ എന്നാണെങ്കിൽ രാം കെ ബേട്ടെ എന്ന് വരുന്നു. കെ ആണ് അവിടെ വയ്ക്കുന്നത്. യഹ് രാം കി പുസ്തക് ഹെ, ഇത് രാമൻ്റെ പുസ്തകമാകുന്നു. കി എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. അവിടെ പുസ്തകം എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് രാം കി പുസ്തക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രാം ക ബേട്ട, ബേട്ട എന്നാണെങ്കിൽ കായ വയ്ക്കുക, പുല്ലിംഗ ഏകവചനം രാം ക ബേട്ട. ബേട്ടയാണെങ്കിൽ രാം കെ ബേട്ട എന്ന് വരുന്നു. ഇനി സ്ത്രീലിംഗത്തിൽ ബേട്ടിയെ വയ്ക്കുന്ന വെച്ചാലോ രാം കി ബേട്ടി എന്ന് പറയുന്നു. അപ്പോൾ കാ കെ കി എന്നുള്ളതാണ് സംബന്ധകാരകൻ്റെ വിഭക്തി ചിഹ്നം. ഇതിൽ ദൂസരി വസ്തു के साथ उसका संबंध मालूम होता है, उसे संबंधकारक कहते हैं. നെക്സ്റ്റ് അധികരൺ കാരകാണ്. എന്താണ് അധികരൺ കാരക? संख्या या सर्वनाम के जिस रूप से क्रिया अथवा संख्या के आधार का बोध हो उसे अधिकरण कारक कहते हैं. എന്താണ് അധികരൺ കാരക? ക്രിയ അല്ലെങ്കിൽ നൗണിൻ്റെ അടിസ്ഥാനം എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം. ക്രിയ അഥവാ സംഖ്യയ്ക്ക് ആധാർ കാ ബോധ ഹോത്താ ഹെ ഉസേ അധികരൺ കാരക कहते हैं. പോയിൻ്റ് ഇതാണ്. ക്രിയ അഥവാ സംഖ്യയ്ക്ക് ആധാർ കാ ബോധ ഹോത്താ ഹെ ഉസേ അധികരൺ കാരക कहते हैं. മേം പർ ആദി ഇൻകി വിഭക്തിയാം ഹെ. ഇപ്പം മേം എന്നുള്ളതും പർ എന്നുള്ളതും ഈ അധികരൺ കാരകൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ്. എക്സാമ്പിൾ ഇസ് ഘർ മേ കോൻ രഹതാ ഹെ, ഇസ് ഘർ മേ കോൻ രഹതാ ഹെ, ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? ഈ വീട്ടിൽ ഇൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇസ് ഘർ മേ കോൻ രഹതാ ഹെ, അവിടെ ഇൻ എന്നുള്ള അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേം എന്ന് പറയുമ്പോൾ ഇൻ എന്നുള്ള അർത്ഥമാണ്, ഉള്ളിൽ എന്നുള്ള അർത്ഥം. മേസ് പർ കിതാബ് രഖി ഹെ, മേശയുടെ മുകളിൽ, പറന്ന് പറഞ്ഞാൽ ഓണെന്നുള്ള അർത്ഥം. മേസ് പർ കിതാബ് രഖി ഹെ, മേശപ്പുറത്ത് പുസ്തകം വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാം നദീമേ മച്ച്ലി ഹെ, നദിയിൽ എന്തുണ്ട്? മത്സ്യം. മച്ച്ലി ഹെ, മത്സ്യം ഉണ്ടെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പേട് പർ ചിടിയാം ഹെ, മരത്തിൻ്റെ മുകളിൽ എന്തുണ്ട്? പക്ഷികളുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പം മേം അതുപോലെ തന്നെ പർ, ഇൻ, ഓൺ എന്നുള്ള അർത്ഥത്തിൽ അത് അധികരൺ കാരകൻ്റെ വിഭക്തി ചിഹ്നമാണ്. അപ്പോൾ ക്രിയ അഥവാ സംഖ്യയ്ക്ക് ആധാർ കാ ബോധ ഹോ എന്നുള്ളതാണ് പോയിൻ്റ്. ലാസ്റ്റ് എട്ടാമത്തെ പോയിൻ്റ് സംബോധൻ കാരകാണ്. സംബോധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? സംഖ്യയ്ക്ക് ജിസ് രൂപ സെ കിസി കോ പുകാർനെ അഥവാ ചേതാനെ കാ ബോധ ഹോ ഉസേ സംബോധൻ കാരക कहते हैं. അതായത് നൗണിൻ്റെ ഏത് രൂപമായാലും കിസിക്കോ പുക്കാറിനെ ആരെങ്കിലും വിളിക്കാനായിട്ട് അഥവാ ചേതാനേക്കാ ബോധ ഹോത്താ ഹെ, ആരെങ്കിലും വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണർത്താനായിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നതാണ് സംബോധൻ കാരകം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സംബോധൻ കാരകം. പോയിൻ്റ് ഇതാണ്. കിസിക്കോ പുക്കാറിനെ അഥവാ ചേതാനേക്കാ ബോധ ഹോത്താ ഹെ ഉസേ സംബോധൻ കാരക് कहते हैं. സംബോധൻ കാരകിൽ നമ്മൾ ചിഹ്നമായിട്ട് വിഭക്തി ചിഹ്നമായിട്ട് വരുന്നത് ഹേ ഉണ്ട്, ആരെ, അഹോ, ആദി ഹേ. ഹേ ഭഗവാൻ, ഹേ ഈശ്വർ, അരേ ദോസ്ത് എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യാനായിട്ട്, കൂട്ടുകാരെ സംബോധന ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഹേ, ആരെ, അഹോ തുടങ്ങിയവയാണ് സംബോധനക്കാരൻ്റെ വിഭക്തി ചിഹ്നം. ജോ സംഖ്യ കെ ആദിമേ ലഗ്തേ ഹേ, അതായത് നൗണിൻ്റെ മുൻപാണ് വയ്ക്കുന്നത്. നമ്മൾ ഹേ ഭഗവാൻ, ഹേ ഈശ്വർ, അരേ ദോസ്ത് അല്ലെങ്കിൽ അരേ രാം, നമ്മളങ്ങനെ ഉപയോഗിക്കും. അരേ ദുഷ്ട്, ഹേ രാം, ഹേ കൃഷ്ണ എന്നൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഹേ, അരേ, അഹോ എന്നുള്ളതാണ് വിഭക്തി ചിഹ്നം. അത് നൗണിൻ്റെ മുൻപിലാണ് വയ്ക്കുന്നത്. നൗൺ കഴിഞ്ഞിട്ടല്ല, നൗണിൻ്റെ മുൻപിലാണ് നമ്മൾ സംബോധൻ കാരകൻ്റെ വിഭക്തി ചിഹ്നം ഉപയോഗിക്കുന്നത്. സംബോധന ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരാളെ വിളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സംബോധൻ കാരകം. അങ്ങനെ 8 കാരകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എക്സാമ്പിൾ ഹേ റാം, അരേ ദുഷ്ട് എന്നുള്ളതാണ്. അരേ
दोस्त വയ്ക്കാം, ഹേ ഭഗവാൻ വയ്ക്കാം, ഹേ ഈശ്വർ വയ്ക്കാം. നെക്സ്റ്റ് സംഖ്യാവംകി കാരകരചനയാണ്. നൗണുകളുടെ കാരകരചന. നമ്മൾ 8 കാരക നമ്മൾ പഠിച്ചു. കാരക വെച്ചിട്ട് എഴുതുന്നതാണ്. ആ 8 വിഭക്തി ചിഹ്നങ്ങൾ നമ്മൾ കാരകിൻ്റെ വിഭക്തി ചിഹ്നം വെച്ചിട്ട് നമ്മൾ നൗൺ എഴുതുന്നതാണ് സംഖ്യാവംകി കാരകരചന എന്ന് പറയുന്നത്. संख्याओं में विभक्ति के लगने पर उसका मूल रूप कभी अभिकृत रहता है तो कभी विकृत हो जाता है. ഇപ്പോൾ നൗണുകളിലെ കൂടെ നമ്മൾ വിഭക്തി ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന രൂപം ചിലപ്പോൾ അവികൃത്, അതായത് മാറ്റങ്ങളില്ലാതെ തന്നെ ഇരിക്കും. ഇനി ചില സമയത്തോ കബി വികൃത് ഹോ ജാത്താ ഹെ, ചില സമയത്ത് മാറ്റങ്ങൾ വരും. അതായത് വിഭക്തി ചിഹ്നം ചേർന്ന് കഴിഞ്ഞാൽ നൗണുകൾ ചിലപ്പോൾ നൗണുകളിൽ മാറ്റം വരും, ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നില്ല. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 നൗണുകൾ വരുന്നൊരു സെൻറ്റൻസ് ആണ്. അതെങ്ങനെയാണ് മാറിയതെന്ന് നോക്കാം. ജैसे रोटी और कपड़े का मूल्य बढ़ता जा रहा है. 2 നൗൺ വന്നു, റൊട്ടി അതുപോലെ തന്നെ കപ്പട. ഈ 2 നൗണിൻ്റെ കൂടെ നമ്മളൊരു കാരക വെച്ചു. ക എന്ന് പറയുന്ന കാരക. അതേ റൊട്ടിയുടെയും വസ്ത്രത്തിൻ്റെയും മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് സെൻറ്റൻസ്. അപ്പോൾ അതിൽ സംബന്ധകാരകമാണ് വെച്ചിരിക്കുന്നത്, ക എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. 2 നൗണും വന്നിട്ടുണ്ട്. इस वाक्य में पहली संख्या अविकृत है और दूसरी संख्या का रूप विकृत हो गया है. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ 2 നൗണുണ്ട്, റൊട്ടിയുണ്ട്, കപ്പടയുണ്ട്. അതിലെ ആദ്യത്തെ നൗണിന് ഒരു മാറ്റമില്ല, അവികൃതാണ്, ഒരു പരിവർത്തനമില്ല, ഒരു മാറ്റമില്ല. ക വെച്ചു പക്ഷേ മാറ്റില്ല. പക്ഷേ രണ്ടാമത്തെ നൗണായ കപ്പട, ആ കപ്പട എന്ന് പറയുന്ന നൗണിന് എന്ത് വന്നു? ദൂസരി സംഖ്യാക്ക രൂപ വികൃത ഹോകയ, അതിൽ മാറ്റം വന്നു. റൊട്ടി ഓർ കപ്പടാക്ക എന്നല്ല വന്നത്, കപ്പടേക്ക എന്നാണ് വന്നത്. അപ്പോൾ അതിൽ മാറ്റം വന്നു. രണ്ടാമത്തെ നൗണിനാണ് അവിടെ മാറ്റം വന്നത്. वस्तुतः कर्ता कारक और कर्म कारक में विभक्ति का प्रयोग न होने पर संख्या का रूप अविकृत रहता है और शेष सभी कारकों में संख्या का रूप विकृत रहता है. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇതാണ്. വാസ്തവത്തിൽ കർത്താകാരകം അതിലും കർമ്മകാരകലും വിഭക്തി ചിഹ്നങ്ങൾ പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നൗണിൻ്റെ രൂപം അവിടെ ചേഞ്ച് ഇല്ലാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷ സബി കാരകമേ, അതായത് കർത്താകാരകം കർമ്മകാരകവും ഒഴിച്ച് ബാക്കി എല്ലാ കാരകങ്ങളിലും നൗണിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ കർത്താകാരകൽ കർമ്മകാരകൽ വിഭക്തി ചിഹ്നങ്ങൾ ഇല്ലെങ്കിലും അവിടെ നൗണിൻ്റെ രൂപം എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാതെയായിട്ട് നിൽക്കുന്നു. ബാക്കി എല്ലാ കാരകങ്ങളിലും നൗണിൻ്റെ രൂപം ചേഞ്ചായി വരികയും ചെയ്യുന്നു. ഇതിൽ വിഭക്തി സഹിത് സംഖ്യാവംകെ ബഹുവചന രൂപം നമ്മൾ വചനം എന്ന് പറയുന്ന പാഠം പഠിച്ചപ്പോൾ അതിൽ വിഭക്തി രഹിതം വിഭക്തി സഹിതം പറയുന്നുണ്ട്. അതിൽ വിഭക്തി സഹിത് എങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളത് പഠിച്ചു. ഹാത്ത് പ്ലസ് മേ ഹാത്തോമേ ആവുന്നു, ആങ്കസെ ആങ്കോംസെ എന്നായിട്ട് മാറുന്നു. അതുപോലെ ലതാപ്പർ ലതാവോംപർ എന്നായിട്ട് മാറുന്നു. മാതാസെ മാതാവോംസെ പശുക്കോ പശുവോംക്ക് എന്നായിട്ട് മാറുന്നു. അല്ലെ മുനീസെ മുനിയോംസെ എന്നായിട്ട് മാറുന്നു. നദീമേ നദിയോമേ എന്നുള്ള മാറ്റങ്ങൾ നമ്മൾ ഏകോചനത്തിൽ എങ്ങനെയാണ് ബഹുവചനത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വചനം എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ വിഭക്തി സഹിത രൂപം നമ്മൾ പഠിച്ചു. അപ്പോൾ കാരകിൻ്റെ രചനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് ചില സമയത്ത് അതിന് മാറ്റങ്ങൾ വരുന്നു, ചില സമയത്ത് മാറ്റങ്ങൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരകോംക്കെ കുച്ച് ഉദാഹരണം, ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഘോഡ എന്ന് പറയുന്ന വേർഡ് 8 കാരക വെച്ചിട്ട്, അതായത് ഏകവചനത്തിൽ ഈ വിഭക്തി ചിഹ്നങ്ങൾ ചേരുമ്പോൾ എങ്ങനെ വരുന്നു, ബഹുവചനത്തിൽ വിഭക്തി ചിഹ്നങ്ങൾ ചേരുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ള മാറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ കാരക ഗോഡ എന്ന് വെച്ചു. ഗോഡ എന്നുള്ളത് ഏകവചനത്തിൽ വരുമ്പോൾ ഗോഡ പ്ലസ് നെ എന്നുള്ളത് ഗോഡേൻ എന്നായിട്ട് മാറുന്നു. അത് ബഹുവചനത്തിലാക്കുമ്പോൾ ഗോഡേ എന്നുള്ളത് ഗോഡോംനെ എന്നായിട്ട് മാറുന്നു. അങ്ങനെ 8 കാരകിലും അങ്ങനെ തന്നെ നമ്മൾ കർമ്മകാരകമാകുമ്പോൾ ഗോഡേക്കോ എന്നായിട്ട് മാറുന്നു, ഗോഡോംകോ എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് നമ്മൾ ഗോഡേസെ ഗോഡോംസ് എന്നായിട്ട് മാറുന്നു. ഗോഡേക്കോ ഗോഡേ കേലിയെ അതുപോലെ തന്നെ ഗോഡോംകോ ഗോഡോം കേലിയെ എന്നായിട്ട് മാറുന്നു. നെക്സ്റ്റ് അപാദാനകാരകമാകുമ്പോൾ ഗോഡേസ് എന്നായിട്ട് മാറുന്നു.
ബഹുവചനത്തിലാകുമ്പോൾ ഗോഡോംസ് എന്നായിട്ട് മാറുന്നു. സംബന്ധകാരകാണെങ്കിൽ ഗോഡേക്ക, ഗോഡേക്കെ, ഗോഡേക്കി എന്നായിട്ട് മാറുന്നു. അത് ബഹുവചനമാകുമ്പോൾ ഗോഡോം ക, ഗോഡോം കെ, ഗോഡോം കി എന്നായിട്ട് മാറുന്നു. അധികരം കാരകമാകുമ്പോൾ ഗോഡോമേയും ഗോഡേമേയും ഗോഡേപ്പർ എന്നുള്ളത് ബഹുവചനത്തിൽ ഗോഡോമേ, ഗോഡോംപർ എന്നായിട്ട് മാറുന്നു. സംബോധൻ കാരകയിലാണെങ്കിൽ ഹേ ഗോഡേ എന്നുള്ളതാണ് നമ്മുടെ ഏകവചനത്തിൽ പ്രയോഗിക്കുന്നത്. ബഹുവചനമാകുമ്പോൾ ഹേ ഗോഡോം എന്നായിട്ട് മാറുന്നു. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ, കാരകിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കാരകിൽ മാറ്റം വരുന്നത്, ഏകവചനത്തിൽ എങ്ങനെയാണ്, ബഹുവചനത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ചാച്ച എന്നുള്ളത് ബഹുവചനം ചാച്ച എന്ന് തന്നെയാണ്. അതിന് ഏകവചനം ബഹുവചനമൊക്കെ ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റം വരുന്നില്ല. ഗോഡ എന്നുള്ളതിനും വന്നു ഗോഡയെന്നായിട്ട് മാറുന്നുണ്ട്, പക്ഷേ ചാച്ച ചാച്ച തന്നെയാണ്. അതുകൊണ്ട് ഏകവചനത്തിൽ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആ വിഭക്തി ചിഹ്നം ചേർത്ത് എഴുതിയാൽ മാത്രം മതി, നോ ചേഞ്ച് ആണ്. എന്നാൽ ബഹുവചനത്തിലാക്കുമ്പോൾ അത് ചാച്ച എന്നുള്ളത് ചാച്ചാവോം എന്നായിട്ട് മാറുന്നുണ്ട്, ചാച്ചാവോംനെ എന്നായിട്ട് മാറുന്നു. അതിൽ മൊത്തത്തിൽ മാറുന്നുണ്ട്. ചാച്ചാവോംനെ ചാച്ചാവോം കോ, ചാച്ചാവോം സെ, चाचाओं को चाचाओं के लिए, चाचाओं से, चाचाओं का, चाचाओं के, चाचाओं की, അതുപോലെ ചാച്ചാവോം മേ, ചാച്ചാവോം പർ, ഹേ ചാച്ചാവോം. അതുപോലെ നെക്സ്റ്റ് ബാലിക. ബാലിക ഇത് അതുപോലെ തന്നെയാണ്. ബാലിക എന്നുള്ളത് ബാലിക ഏകവചനത്തിൽ ബാലികാനെ, ബാലികാക്കോ, ബാലികാസെ എന്നുള്ളതാണ് നമ്മൾ 8 കാരകൾ എഴുതുന്നത്. പക്ഷേ ബഹുവചനമാകുമ്പോൾ ബാലികായേം എന്നായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ബാലികാവോംനെ, ബാലികാവോം കോ, ബാലികാവോം സെ, बालिकाओं को, बालिकाओं के लिए, बालिकाओं से, बालिकाओं का, बालिकाओं के, बालिकाओं की, बालिकाओं में, बालिकाओं पर, हे बालिकाओं. അപ്പോൾ ഏകവചനത്തിൽ അവിടെ മാറ്റം വരുന്നില്ല, ബഹുവചനമാകുമ്പോഴാണ് അവിടെ മാറ്റം വരുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ബുഡിയുണ്ട്. ബുഡി അതുപോലെ തന്നെ ഫസ്റ്റ് ഏകവചനത്തിൽ കാരക വെച്ച് എഴുതുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ല. എന്നാൽ ബഹുവചനമാക്കുമ്പോൾ അവിടെ ബുഡിയ എന്നുള്ളത് ബുഡിയാം എന്നാകുന്നു. അങ്ങനെ ബുഡിയോംനെ, ബുഡിയോം കോ, ബുഡിയോം സെ, ബുഡിയോം കോ, ബുഡിയോം കെ ലിയെ, ബുഡിയോം സെ, ബുഡിയോം കോ, ബുഡിയോം की, ബുഡിയോം का, ബുഡിയോം के, ബുഡിയോം की, ബുഡിയോമേ, ബുഡിയോം पर, ഹേ ബുഡിയോം എന്നായിട്ട് മാറുന്നു. ഇപ്പോൾ ഏകവചനത്തിൽ അവിടെ മാറ്റം വരുന്നില്ല, ബഹുവചനമാകുമ്പോൾ മാത്രമാണ് അതിൽ മാറ്റം വരുന്നത്. നെക്സ്റ്റ് പറയുന്ന കാര്യം, ഹിന്ദി में प्रचलित संस्कृत तत्सम शब्दों के एकवचन संबोधन कारक रूप उच्चकोटि की साहित्य भाषा और कविता में कभी कभी संस्कृत की ही शैली में प्रयुक्त होते हैं. ഇപ്പോൾ ഹിന്ദിയിൽ പ്രചരിച്ചിട്ടുള്ള സംസ്കൃതത്തിലെ തത്സം ശബ്ദങ്ങൾ, തത്സം എന്ന് പറഞ്ഞാൽ തത്സമാൻ, സംസ്കൃതത്തിൽ നിന്ന് ഒരു മാറ്റം ഇല്ലാതെ ഹിന്ദിയിലേക്ക് വരുന്നതാണ് തത്സം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഏകവചനത്തിലെ സംബോധൻ കാരക രൂപ്, ഏകവചനത്തിലെ സംബോധൻ കാരക രൂപ് എന്ന് പറയുന്നത് സാഹിത്യ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ കവിതയിൽ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ അത് സംസ്കൃതത്തിൻ്റെ ശൈലി തന്നെയാണ് പ്രയോഗിക്കുന്നത്. സംബോധൻ കാരകിൽ വരുന്നതാണ് പറയുന്നത് ഏകവചൻ സംബോധൻ കാരക രൂപ്. അത് സാഹിത്യ ഭാഷയിലെ കവിതയിൽ ചിലപ്പോൾ അത് സംസ്കൃതത്തിൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ആകാരാന്ത ശബ്ദമാണെങ്കിൽ, അതായത് കവിത എന്നുള്ളതാണെങ്കിൽ അത് കവിത എന്നായിട്ട് മാറുന്നു. അതുപോലെ ബാലിക എന്നുള്ളത് ബാലിക എന്നായിട്ട് മാറുന്നു. സഖേ, സഖ എന്നുള്ളത് സഖ എന്നായിട്ട് മാറുന്നു. അപ്പോൾ ഹേ കവിതേ, ഹേ ബാലികേ, ഹേ സഖി എന്നായിട്ട് മാറുന്നു. സംബോധനക്കാരകളാണത്. അതുപോലെ ഇകാരാന്തത്തിൽ അവസാനിക്കുന്ന നമ്മുടെ മുനി, ഹരി, സഖി എന്നുള്ളതൊക്കെ എങ്ങനെയാണ് മാറുന്നത് നോക്കിയേ. ഇകാരാന്തത്തിൽ അവസാനിക്കുന്നത് മുനി എന്നുള്ളത് മുനെ എന്നായിട്ട് മാറുന്നു, ഹേ മുനെ. ഹരി എന്നുള്ളത് ഹേ ഹരെ എന്നായിട്ട് മാറുന്നു. സഖി എന്നുള്ളത് സഖി എന്നായിട്ട് മാറുന്നു. ഇപ്പോൾ ആകാരാന്തത്തിൽ അതുപോലെ ഈകാരാന്തത്തിൽ, ഇനി ഈകാരാന്തത്തിൽ ഈയിൽ അവസാനിക്കുന്നത് സംസ്കൃതത്തിൽ നമ്മൾ പുത്രി എന്ന് പറയുന്നു. അത് സംബോധന കരകളാകുമ്പോൾ ഹേ പുത്രി, ലെഫ്റ്റ് വള്ളിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ മാനിനി എന്നുള്ളത് മാനിനി എന്നായിട്ട് മാറുന്നു. ജനനി എന്നുള്ളത് ജനനി എന്നായിട്ട് മാറുന്നു. അത് ഈകാരാന്തത്തിൽ അവസാനിക്കുന്നത് ഈകാരാന്തമായിട്ട് അവിടെ മാറുന്നുണ്ട്. നെക്സ്റ്റ് ഉകാരാന്ത വേർഡ്സാണ്. നമ്മൾ പ്രഭു എന്ന് പറയും, ബന്ധു, ശംഭു തുടങ്ങിയ വേർഡ്സ്. അത് സംബോധനകാരകൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ അത് പ്രഭു എന്നുള്ളത് പ്രഭോ എന്നായിട്ട് മാറുന്നു. ഹേ പ്രഭു എന്നുള്ള ഹേ പ്രഭോ എന്നായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബന്ധു എന്നുള്ളത് ബന്ധു എന്നായിട്ട് മാറുന്നു. ശംഭു എന്നുള്ളത് ശംഭോ എന്നായിട്ട് മാറുന്നു. അത് സംസ്കൃതത്തിലെ അതേ ശൈലിയിൽ തന്നെ പ്രയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. തത്സം ശബ്ദങ്ങൾ, അതായത് സംസ്കൃതത്തിൽ ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ള വേർഡ്സ്, അതുപോലെ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളില്ലാതെ വന്നിട്ടുള്ള വേർഡ്സിൽ വരുന്ന
മാറ്റങ്ങൾ സംബോധന കാരകം എഴുതുമ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മളിതിൽ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ അഭ്യാസമാണ്. അതിൽ കാരക ക്യാഹെ സോദാഹരണം സ്പഷ്ട കീജിയെ. കാരക എന്താണ് ഉദാഹരണ സഹിതം സ്പഷ്ടമാക്കാൻ പറയുന്നുണ്ട്. കാരക കിतने प्रकार के है പ്രത്യേക പരിഭാഷ ദീജിയെ. എത്ര തരത്തിലുണ്ട്, ഓരോന്നും എന്താണെന്ന് പറയണം. കോ വിഭക്തിക്ക് വിവിധ കാരക രൂപങ്ങൾക്ക് പരിചയം ദീജിയെ. കോ വിഭക്തി ചിഹ്നം ഉപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരകരൂപം ഏതാണ്? കോ എന്നുള്ള ഉപയോഗിക്കുന്നത് നമ്മൾ കർമ്മകാരകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സമ്പ്രദാനകാരകൾ നമ്മൾ കോ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ സേ വിഭക്തിക്ക് വിവിധ കാരകരൂപങ്ങൾക്ക് പരിചയം ദീജിയെ. സേ എന്ന് പറയുന്ന വിഭക്തി ചിഹ്നം ഉപയോഗിക്കുന്ന നമ്മൾ കരൺകാരകൾ ഉപയോഗിക്കുന്നുണ്ട്, അപാദാൻകാരകൾ നമ്മൾ സേ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അടുത്ത നിമ്നലിഖിത സംഖ്യാവും കെ സബി കാരക ഗ്രൂപ്പ് ലിഖിയെ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാരക ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് 8 കാരക വെച്ചിട്ട് എഴുതാനാണ്. അത് ഏകോചന ബഹുവചനം എഴുതാനുള്ളതാണ്. അടുത്തത് നിമ്നലിഖിത വാക്യമേ സംഖ്യാ ശബ്ദം കെ കാരക ബത്തായിയെ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിലെ നൗൺ ശബ്ദങ്ങളിൽ വരുന്ന ഉപയോഗിച്ചിട്ടുള്ള കാരക ഏതാണെന്ന് പറയുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരക എന്ന് പറയുന്ന ചാപ്റ്ററോട് അവസാനിച്ചു. 8 കാരകാണ്. 8ഉം എന്താണെന്ന് പഠിച്ചു. 8 കാരക, അതായത് കർത്താകാരക, കർമ്മകാരക, കരൺകാരക, സമ്പ്രദാൻകാരക, അപാദാൻകാരക, സംബന്ധകാരക, അധികരൺകാരക, സംബോധൻകാരക. ഇത്രയും കാരകമാണ് നമ്മളതിൽ 8 കാരകമാണ് നമ്മൾ പഠിച്ചത്. 8ഉം എന്താണെന്ന് പഠിച്ചു. ഓരോന്നിൻ്റെയും വിഭക്തി ചിഹ്നം നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു.